കളി കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഭാഗമായി നടന്ന ഒരു ചെറിയൊരു പ്രശ്നത്തിൽ സാബുമാൻ നിവിനെ അടിക്കാൻ പോയിരിക്കുന്നു. സാബുമാൻ നമ്മൾ കണ്ട ആളൊന്നും അല്ലാട്ടോ. സാബുമാന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ക്യാപ്റ്റൻസി ടാസ്ക് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ടാസ്ക്കാണ് ഇപ്പോൾ വൈകുന്നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതിൻ്റെ ഇടയിലാണ് നിവിൻ അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അത് നിവിൻ്റെ ഗെയിം ആയിരിക്കാം. എന്തോ നിവിൻ്റെ ആഗ്രഹം അനുമോളും സാബുമാനും ക്യാപ്റ്റനായി വരരുത്, എങ്ങനെയെങ്കിലും ഒരു ക്യാപ്റ്റൻസിയിൽ ഫെയിൽ ആവണം, ആര്യൻ ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാണ് നിവിൻ്റെ ആവശ്യം. ഒന്നാമത് നിവിൻ്റെ ഫ്രണ്ടാണ്. അത് മാത്രമല്ല അനുമോളും സാബുമാനും നിവിനെയാണ് എവിക്ഷൻ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ദേഷ്യം നിവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ക്യാപ്റ്റൻ ആവരുത്. കൂടാതെ തൻ്റെ ഫ്രണ്ടായ ആര്യൻ ക്യാപ്റ്റൻ ആവാൻ വേണം. ആര്യൻ നോമിനേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് നിവിൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് എന്നുപോലെയാണ് കേട്ടോ നിവിൻ ചെയ്യുന്നത്. എന്തായാലും നിവിൻ്റെ ഗെയിം നന്നായിട്ട് പോയി. ലൈവ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ലൈവ് ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്തിനു പറയണം, അവിടെ ഇവിടെ ഇരുന്നവരൊക്കെ കസേരയെല്ലാം എടുത്ത് വന്നിട്ട് കിച്ചണിൽ വെച്ചിട്ട് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ് കളി. അത്തരത്തിലാണ് ലൈവ് പോയിക്കൊണ്ടിരുന്നത്. സഹിക്കുന്നതിലും ഒരു പരിധിയില്ല. അത് എക്സ്ട്രീം ആയി കഴിഞ്ഞപ്പോൾ സാബുമാൻ നിവിനെ അടിക്കാൻ പോയി. അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കയ്യാങ്കളി പാടില്ല എന്ന് പറഞ്ഞിട്ട്. സാബുമാൻ ഇത്രയും ചൂടാവുമെന്ന് ആരും കരുതിയില്ല. ആ സമയത്ത് നിവിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അക്ബറൊക്കെ എത്തിയിരിക്കുന്നത്. സാബുവിന് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടോ, അത് കണ്ടതിന് നന്ദിയെന്ന്. ഒരുപക്ഷെ നമ്മൾ നന്ദി പറയേണ്ടി വരും. സാബു ഇത്രത്തോളം ചൂടാവുമെന്നും ഇങ്ങനെയൊക്കെ ഒരു മുഖമുണ്ടെന്ന് നമ്മളിപ്പോഴാണ് കാണുന്നത്. സാബുമാൻ ഇങ്ങനെ പെരുമാറണമെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇവർ 3 പേര് നിൽക്കുകയാണ്. ഈ സമയത്ത് നിവിൻ മാക്സിമം ഇവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിവിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്ന സമയത്ത് നിവിൻ താഴെ കിടക്കുന്നു. ഈ വള്ളി നിവിൻ്റെ ബോഡിയുടെ താഴെയായി മാറുന്നു. നിവിൻ കിച്ചണിൽ അങ്ങോട്ട് കിടക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റത്തില്ല. എങ്ങാനും മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൈ വിട്ടുപോകും. കൈ വിട്ടാൽ അവർ ഔട്ടാകുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഔട്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം അവർ വെയിറ്റ് ചെയ്തു, മാറുന്നില്ല. അവസാനം സഖി കെട്ടിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ 3 ആളോട് തീരുമാനിച്ചു നൈസായിട്ട് ബാക്കിൽ കൂടെ ഇതെടുത്തിട്ട് ഈ കയറ് വലിച്ചോണ്ട് പോവാമെന്ന്. അത് എടുക്കുന്ന സമയത്താണ് നിവിൻ ഒന്ന് ഇളകിയപ്പോൾ തന്നെ അറ്റത്തുള്ള സാബുമാൻ്റെ കൈ പെട്ടെന്ന് വിട്ടുപോകാൻ പോയി. സാബുമാനെ ദേഷ്യം വന്നിട്ട് സാബുമാൻ നിവിൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് ഒരെണ്ണം കൊടുക്കാനായിട്ട് പോയി. ആ സമയത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു കയ്യാങ്കളി പാടില്ല എന്നുള്ളത്. ക്ഷമയുടെ നെല്ലിപ്പലക തകരാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്കിൽ നിവിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ആൾ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല സാബുമാന് മറ്റൊരു മുഖം കൂടി നമ്മളെ കാണിച്ചു തന്നു. അതും പോരാഞ്ഞിട്ട് വളരെ ശോകമായി പോയിക്കൊണ്ടിരുന്ന ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ചൊക്കെ ആക്റ്റീവ് ആക്കാനായിട്ട് നിവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.